എന്തോ ഒരു വിധി ഇത്. പരിക്ക്. ജയസാം ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന പ്രീ സീസണിൻ്റെ ഭാഗമായിട്ട് നടന്ന ഫ്രണ്ട്ലി മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. യുണൈറ്റഡ് തോറ്റു, 2 ഗോളിന് ആഴ്സണൽ ജയിച്ചിരിക്കുന്നു. തോറ്റതിനൊന്നും നമുക്കൊരു വിഷയമില്ല. പക്ഷേ പരിക്ക്, അതും കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊണ്ടുവന്ന യോറയ്ക്കും ഹോജ്ലൻഡിനുമാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. പുള്ളിയാണ് ഒരു ഗോളൊക്കെ നേടിയത്. അതിനുശേഷമാണ് പുള്ളിക്ക് പരിക്കൊക്കെ പറ്റിയത്. എന്താണ് പറയേണ്ടത്? ടീമിൻ്റെ ഫുൾ മെൻറ്റാലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പരിക്കെന്ന് പറയുമ്പോൾ. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ടീം പുതിയൊരു റീബിൽഡൊക്കെ നടത്തി പുതിയൊരു ടീമായി മാറുമ്പം ഇങ്ങനെ പരിക്ക് പറ്റുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. നമ്മുടെ രാഹുൽ ദ്രാവിഡ് പറയുന്ന പോലെ, നല്ലപോലെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണെന്ന് പറയുന്ന പോലെ ഇതും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. കളിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആഴ്സണൽ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ കപ്പ് അവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഇൻറ്റൻസിറ്റിയോടും മെൻറ്റാലിറ്റിയോടും തന്നെയാണ് അവർ കളിച്ചത്. ഹോജ്ലാൻഡ് അടിച്ച ഗോളിന് ഗബ്രിയേൽ ജീസസ് മറുപടി നൽകുന്നു. അതിനുശേഷം 80ാമത്തെ മിനിറ്റിൽ മാർട്ടിനെല്ലി അവർ വിജയ ഗോളും കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് കളിയുടെ ഒരു സ്വഭാവം. നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമുക്ക് റാഫേൽ വരേനെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കരാർ അവസാനിപ്പിച്ച് ഫ്രീ ഏജൻറ്റായി നിന്ന റാഫേൽ വരേനെ കുറിച്ചാണ് പറയുന്നത്. സീരിയലോട്ട് പ്രൊമോട്ടായി വന്നിട്ടുള്ള ഫാബ്രിക്കാസിൻ്റെ ടീമായ കോമോയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് പുള്ളി ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.